ഇന്ത്യൻ ഓഹരി വിപണിയിൽ വൻ ഇടിവ്. സെൻസെക്സ് 500 പോയിന്റും നിഫ്റ്റി 139.75 പോയിന്റും താഴ്ന്നു. രൂപയുടെ മൂല്യത്തിലും ഇടിവ് സംഭവിച്ചു. 5 മാസത്തിനിടെയുള്ള രൂപയുടെ ഏറ്റവും കുറഞ്ഞ വിനിമയ നിരക്കാണിത്. IT കമ്പനികളുടെ ഓഹരികളിലും പെട്രോളിയം കമ്പനി ഓഹരികളിലും വില ഇടിഞ്ഞു. ഇന്ത്യക്ക് മേൽ 25% ഇറക്കുമതി തീരുവ അമേരിക്ക ചുമത്തിയതാണ് വിപണിയിലെ ഇടിവിന് കാരണം. അശ്വിനി എസ് ചേരുന്നു ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുകയാണ്. അശ്വിനി, ഈ തീരുവ ചുമത്തിയ പാടെ ഓഹരി വിപണികൾ ഇടിയുന്ന സ്ഥിതിവിശേഷമാണ്. എന്തൊക്കെയാണ് നമ്മുടെ കയ്യിലേക്കുള്ള കണക്കുകൾ? എന്തൊക്കെയാണ് പുറത്തു വരുന്ന കണക്കുകൾ? എന്തൊക്കെ? ഓഹരി വിപണിയിൽ വലിയ ഇടിവാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് വ്യാപാരം തുടങ്ങിയ സമയത്ത് തന്നെ ബോംബെ ഓഹരി സൂചികയായ സെൻസെക്സിലെ 500 പോയിന്റിലേറെ 594 പോയിന്റ് ഇടിവാണ് രേഖപ്പെടുത്തിയത്. അതിപ്പോൾ 700 പോയിന്റായി വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. ദേശീയ ഓഹരി സൂചികയായ നിഫ്റ്റി 24,000-ലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമായും IT അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ തുടങ്ങിയ കമ്പനികളുടെ ഓഹരികളിലാണ് ഏറ്റവും കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയത്. വാഹനങ്ങളുടെ അടക്കമുള്ള വാഹന കമ്പനികളുടെ ഓഹരികളിലും വലിയ തോതിൽ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏകദേശം 1 മുതൽ 4% വരെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കൂടുതലും ഈ ഒരു ഇടിവ് തുടരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ വിപണിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചെറിയ തോതിലുള്ള ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ഇടിവ് തുടരാനുള്ളൊരു സാധ്യതയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ പുതിയൊരു അപ്ഡേഷൻ വന്നിരിക്കുന്നത് രൂപയുടെ മൂല്യത്തിൽ വീണ്ടും ഇടിവുണ്ടായിരിക്കുന്നു എന്നതാണ്. നേരത്തെ 26 പൈസ താഴ്ന്നു എന്നായിരുന്നു വന്നത്. അതിൽ വീണ്ടും മാറ്റമുണ്ടായിരിക്കുന്നു. രൂപയുടെ മൂല്യം 70 പൈസ താഴ്ന്ന 87.51 എത്തിയിരിക്കുന്നു. ഈ ഒരു താഴ്ച അല്ലെങ്കിൽ രൂപയുടെ മൂല്യത്തിൽ ഇനി ഇടിവുണ്ടാവുകയാണെങ്കിൽ RBI അടക്കം ഇടപെടൽ ഉണ്ടാകാനുള്ളൊരു സാധ്യതയാണ് നമുക്ക് മുന്നിൽ കാണാൻ സാധിക്കുന്നത്.